നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സിസിടിവിയിൽ രാവിലെ 8 മണി മുതൽ ഇടവേളകളില്ലാതെ തത്സമയ വാർത്താ ബുള്ളറ്റിനുകൾ. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടക്കോട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് വലയിൽ. പൊന്നാനി സ്വദേശിയെയാണ് ഗുരുവായൂർ SHO വിപിൻ കെ വേണുഗോപാൽ, SI യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 243 വിവാഹങ്ങൾ. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്രത്തിൽ വൻ ജനപ്രവാഹം. പുന്നയൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകളും തുടർന്ന് EVM-ലെ വോട്ടുകളും എണ്ണും. 8:30 മുതൽ തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെന്റേറ്റീവായിട്ട് പറയാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം 79.70% ആണ്. ആൻഡ് ഫൈനൽ കൗണ്ട് ECIയുടെ ഇൻഡെക്സ് കാർഡ് അവസാനത്ത് നമ്മൾ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് സാധാരണ 48 hours ആഫ്റ്റർ കൗണ്ടിംഗ് നമ്മൾ പ്രഖ്യാപിക്കും. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിംഗ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസർ. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്ക് 32,031 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡ് ഉള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. EVM 8:30-ക്ക് ശേഷമായിരിക്കും എണ്ണിത്തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി CCTVയിലൂടെ അറിയാം. വോട്ടെണ്ണുന്ന തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ പ്രത്യേക തത്സമയ വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യും. നാടിന്റെ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലെത്തിച്ച് മികവിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന CCTVയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ അനുനിമിഷമുള്ള വിശദാംശങ്ങളും പ്രിയ പ്രേക്ഷകർക്ക് അറിയാം.
തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ തലയിൽ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എരുമപ്പെട്ടി കുട്ടഞ്ചേരി സ്വദേശി രാഗേഷ്. ചെത്ത് തൊഴിലാളിയാണ് രാഗേഷ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയം പ്രതീക്ഷിച്ചാണ് ആഘോഷത്തിനായി തലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളപ്പെടുത്തിയത്. രാഗേഷിന്റെ ആവേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 ഫൊറോന പള്ളിക്ക് സമീപമായിരുന്നു അപകടം. രാവിലെ നടക്കാനിറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അബു താഹിറിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ PRO ആണ് അബു താഹിർ. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ 243 വിവാഹങ്ങളാണ് നടന്നത്. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരത്തേക്ക് വൻ ജനപ്രവാഹമാണ് ഉണ്ടായത്. 5 മണിയോടെ ക്ഷേത്രത്തിനു മുന്നിലെ 5 മണ്ഡപങ്ങളിലായി താലികെട്ട് തുടങ്ങി. 7 മണിയായപ്പോഴേക്കും 55 വിവാഹങ്ങൾ പൂർത്തിയായിരുന്നു. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. ഈ സമയത്ത് കിഴക്കേ നടയിലും പരിസരത്തും കാൽ കുത്താൻ ഇടമില്ലാത്ത വിധം ജനനിബിഡമായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും വിവാഹങ്ങൾ പൂർത്തിയായി. മേടത്തിലെ അനിഴം നാളായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഗുരുവായൂരപ്പന് മുന്നിൽ വരണമാല്യം ചാർത്താനെത്തി. വിവാഹ സംഘങ്ങൾക്കൊപ്പം ദർശനത്തിനെത്തിയ സാധാരണക്കാരായ ഭക്തരും കൂടിയായതോടെ ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം അധികൃതരും ഏറെ പാടുപെട്ടു. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനം ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായത്. വിവാഹങ്ങളുടെ ആധിക്യം കണക്കിലെടുത്ത് മണ്ഡപങ്ങളിൽ ഓരോ വിവാഹവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തി. ഇത്രയധികം വിവാഹങ്ങൾ നടന്നിട്ടും വലിയ തടസ്സങ്ങളില്ലാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചത് ദേവസ്വത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തിന് തെളിവായി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് വലയിൽ. പൊന്നാനി സ്വദേശിയെയാണ് ഗുരുവായൂർ SHO വിപിൻ K വേണുഗോപാൽ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം തകർത്ത് ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നത്. പ്രതിയെ ഇന്ന് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തും. പുന്നയൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഭരണസമിതി നിർദ്ദേശിച്ച ജില്ലാതല ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ശ്മശാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താനായില്ലെന്ന് ഉദ്യോഗസ്ഥ മേധാവികൾ പറഞ്ഞു. ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശ്മശാനം അകാരണമായി അടച്ചുപൂട്ടിയത് മൂലം 1.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഗ്രീൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ള ചെടികൾ പൂർണ്ണമായും ഉണങ്ങിയതായും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ശ്മശാനം അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു. LDF പാർലമെന്ററി കമ്മിറ്റി ലീഡർ ബാബു മാസ്റ്റർ, ഷഫീന മുനീർ, ഷൈബ ദിനേശൻ, ഷൈമജ നസീർ, ഫൗസിയ ഹാഷിം എന്നിവരടങ്ങിയ ജനപ്രതിനിധി സംഘമാണ് ശ്മശാനം സന്ദർശിച്ചത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ ഇടയ സന്ദർശനം നടത്തി. രാവിലെ ദേവാലയത്തിലെത്തിയ സഹായമെത്രാനെ കൊടിമരത്തിന് സമീപത്ത് ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികനായി ദിവ്യബലിയും നടന്നു. സഹായമെത്രാന്റെ കാരുണ്യനിധിയിലേക്ക് ഇടവക വിശ്വാസികൾക്ക് കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ഇടവക വിശ്വാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം സഹായമെത്രാൻ പങ്കെടുത്ത ഇടവക പൊതുയോഗം നടത്തി. ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകൾ, യുവജനങ്ങൾ, മതബോധന അധ്യാപകർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, കൈക്കാരന്മാർ തുടങ്ങിയവരുമായി സഹായമെത്രാൻ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഇടയ സന്ദർശനം പൂർത്തിയാക്കി മാർട്ടോണി നീലങ്കാവിൽ മടങ്ങിയത്. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ ഇടയ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സഹയാത്ര മെയ് 6 മുതൽ 12 വരെ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
ക്യാമ്പിന്റെ മുന്നോടിയായി കടവല്ലൂർ സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വർഗീസ് PI അധ്യക്ഷത വഹിച്ചു. MOTC മാനേജർ ഗ്രിഗറി P. ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംഷിയ, 1-ാം വാർഡ് മെമ്പർ ബിന്ദു AP, 15-ാം വാർഡ് മെമ്പർ റസാഖ്, MPTA പ്രസിഡന്റ് ജാസ്മിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദർശന, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകുട്ടൻ, MOTC സ്റ്റാഫ് സെക്രട്ടറി നിഷ, GTA അംഗം ഗോപിനാഥ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രക്ഷാധികാരികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ഹസീന അഷ്റഫ്, ഗ്രിഗറി P. ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റംഷിയ, GTA വൈസ് പ്രസിഡന്റ് ഉല്ലാസ്, വാർഡ് മെമ്പർ ബിന്ദു AF, കൺവീനർ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI, ചെയർമാൻ അനാമിക, ഗോപിനാഥ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യുവത്വം ഗ്രാമത്തിന്റെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടക്കും. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ VC ബിനോജ് പദ്ധതി വിശദീകരിച്ചു. യോഗത്തിന് NSS പ്രോഗ്രാം ഓഫീസർ രാജി TK സ്വാഗതവും NSS സെക്രട്ടറി കൃഷ്ണേന്ദു നന്ദിയും പറഞ്ഞു. പാചകവാതക വിലവർദ്ധനവ് ഡിവൈഎഫ്ഐ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷിനോസ് കരിക്കാട് നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ഉല്ലാസ് തീപ്പിലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാഫി കടവല്ലൂർ, ശ്രീജിത്ത് കൊരട്ടിക്കര, പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഫ്സൽ ആലുങ്ങൽ നന്ദിയും പറഞ്ഞു. പാചകവാതക വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പിലാവ് യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പരിപാടിയിൽ KU കബീർ അധ്യക്ഷത വഹിച്ചു. KHRA എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. അലിയാർ, റിയാസ്, ജെറിൻ, ഷിബിൻ, അബൂബക്കർ, കമറുദ്ദീൻ, കാസിം, യൂസഫ്, ഷാഹുൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടിക് ടാക് അഷ്റഫ് സ്വാഗതവും റാഷിദ് TK നന്ദിയും പറഞ്ഞു. സ്വതന്ത്ര പത്രപ്രവർത്തക ദിനമായ മെയ് 3-ന് മുതിർന്ന പത്രപ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെയും ഭാര്യ സരളയെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവർട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അന്തിക്കാട്ടെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. KJU സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസ് വാവേലി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി വിജോ ജോർജ് സന്നിഹിതനായി. പാചകവാതക വില വർധനവിനെതിരെ CPI ഒരുമനയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AM സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. RK സജിൽ അധ്യക്ഷത വഹിച്ചു. ഗീതാ രാജൻ, EK ജോസ്, രാജേഷ് കുറുക്കപ്പറമ്പിൽ, നൈഷ ഷാം എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വയലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും സമാപിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവതകൾക്കുള്ള ഒറ്റക്കലശം തുടങ്ങിയ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സഹകാർമ്മികനായി. തുടർന്ന് 11 മണിയോടെ ആരംഭിച്ച പ്രസാദ ഊട്ടിൽ 1500ഓളം പേർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം വരവ്, എല്ലാ ദിവസവും വൈകിട്ട് അന്നദാനവും പ്രദേശവാസികളുടെ വിവിധ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ചരമം പെരിങ്ങോട് ഷഹല ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കണ്ണനായ്ക്കൽ പരേതനായ ചുമ്മാർ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. സക്കറിയ, ഫാൻസി, ജെയ്സൺ, ബിജു എന്നിവർ മക്കളാണ്. പെരുവണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ചേരത്ത് വളപ്പിൽ മൊയ്തു നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഖദീജ ഭാര്യയും ഷാമില, ഷക്കീല, ഷജീർ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. CCTVയിൽ രാവിലെ 8 മണി മുതൽ ഇടവേളകളില്ലാതെ തത്സമയ വാർത്താ ബുള്ളറ്റിനുകൾ.
എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. പൊന്നാനി സ്വദേശിയെയാണ് ഗുരുവായൂർ SHO വിപിൻ കെ വേണുഗോപാൽ, SIU മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 243 വിവാഹങ്ങൾ. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്രത്തിൽ വൻ ജനപ്രവാഹം. പുന്നയൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.